മാസം ആഗതമാവലോടുകൂടെ ഞാൻ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഉസ്താദെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, കച്ചവടം നടത്താൻ പറ്റുമോ, വീട് നിർമ്മാണം തുടങ്ങാൻ പറ്റുമോ, വിവാഹം നടത്താൻ പറ്റുമോ, ഹൗസ് വാമിങ് പറ്റുമോ, ഷോപ്പിന്റെ ഇനാഗുറേഷൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സഫർ മാസത്തിൽ ചെയ്താൽ അത് പരാജയപ്പെടും, പൊട്ടിപ്പോകും എന്ന തെറ്റിദ്ധാരണയോടുകൂടെയുള്ള ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ 23 വർഷക്കാലം പൂർണ്ണമായും പരിശോധിച്ചു നോക്കിയാലും അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു യാത്രയോ വിവാഹമോ സഫറിന്റെ പേരിൽ മാറ്റിവെച്ചതായിട്ട് കാണാൻ സാധിക്കുകയില്ല. നക്ഷത്രതുല്യരായ സ്വഹാബാക്കളോ മദ്ഹബിന്റെ ഇമാമുകളോ ഗഗനസമാനരായ പണ്ഡിതന്മാരോ ഇതേക്കുറിച്ച് മോശപ്പെട്ട മാസമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ടുണ്ട്. സഫർ മാസത്തിൽ തുടങ്ങുന്നതെല്ലാം പരാജയപ്പെട്ടു പോകും, തുടങ്ങാൻ പറ്റില്ല, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തരം വിശ്വാസങ്ങളെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവയൊക്കെ ശക്തമായി നിഷേധിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ അദ്വ വലാ തുയറത വലാ ഹാമത വലാ സഫർ. ഒരു പക്ഷിയെ അങ്ങ് പറത്തിവിട്ട് ആ പക്ഷി വലതുഭാഗത്തേക്ക് പറന്നുപോയാൽ അത് ബറക്കത്താണ്, ഇടത്തോട്ടാണെങ്കിൽ അത് ദുശഗുണമാണ് എന്ന് ധരിച്ചിരുന്ന 4 പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിനെ നിഷേധിച്ചെടുത്ത് അവസാനമായി പറഞ്ഞത് വലാ സഫർ. കാനൂ യതശാഅമൂന ബിദുഖൂലി സഫർ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സഫർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഫർ മാസം സമാഗതമാവലോടുകൂടെ അത് ദുശഗുണത്തിന്റെ മാസമാണെന്നൊക്കെ ആളുകളെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ധരിച്ചു പോയപ്പോഴാണ് ലാ സഫർ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനൊരു ദുശഗുണമില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ ആശയം. എന്നല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് സഫർ മാസത്തിലാണ്. ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ ഇബ്നതഹു ഫാത്തിമത അലിയൻ ഫി ഷഹ്രി സഫർ. അലിയാർ തങ്ങൾക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലായിരുന്നു. അതുകൊണ്ട് ആ സഫർ മാസം വിവാഹത്തിന് നല്ല മാസമാണെന്ന് ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ ഉൾപ്പെടെയുള്ള ഉലമാ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വിചാരങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് സഫർ മാസം ആയതുകൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് കരുതി മാറ്റിവെച്ച പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിവാഹവും ഹബീബായ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതൊക്കെ മാറ്റിവെക്കണമായിരുന്നല്ലോ. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ ചില പക്ഷികൾ കരഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ചില പക്ഷികൾ ഉണ്ടായി കഴിഞ്ഞാൽ, അത് കരഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു മരണ വാർത്ത